നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് പ്രവർത്തകയായിട്ടുള്ള ഹിമാനി നർവാൾ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം സ്യൂട്ട് കേസിലാക്കി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. അതിന് പിന്നാലെ തന്നെ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഹിമാനി നർവാളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആൺസുഹൃത്ത് അറസ്റ്റിലായിരിക്കുകയാണ്. ഈ ഒരു പെൺകുട്ടിക്ക് 22 വയസ്സ് മാത്രമാണ് പ്രായം. ഹരിയാന ബഹദൂർഗഡ് സ്വദേശിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഹിമാനി ഇയാളെ ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്തതാണ് കൊലയ്ക്ക് കാരണമെന്നാണ് ചില മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇതുവരെയായിട്ടും പുറത്തുവിട്ടിട്ടില്ല. ശനിയാഴ്ചയാണ് റോഹ്തക്കിൽ സ്യൂട്ട് കേസിലാക്കിയ നിലയിൽ നർവാളിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കേസ് അന്വേഷിക്കാൻ ഹരിയാന പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. ഒരാളെ അറസ്റ്റ് ചെയ്തതായും കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണെന്നും അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നും ഹരിയാന പോലീസ് വാർത്താ ഏജൻസിയായ PTAയോട് പറഞ്ഞു. 4 പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത്. ഹിമാനിയെ കൊലപ്പെടുത്തിയവർക്ക് വധശിക്ഷ നൽകണമെന്ന് ഹിമാനിയുടെ കുടുംബം ആവശ്യപ്പെട്ടു. നിരവധി തെറ്റായ വിവരങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നീതി വേണം. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതി ആരാണെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് അറിയില്ല. പോലീസ് യാതൊരു വിവരവും നൽകുന്നില്ല. ഹിമാനിയെ കൊലപ്പെടുത്തിയവർക്ക് വധശിക്ഷ നൽകണമെന്നാണ് ഹിമാനിയുടെ സഹോദരൻ ജതിൻ ദേശീയ മാധ്യമമായ ANAയോട് പറഞ്ഞിട്ടുള്ളത്. പ്രതി ആരാണെന്ന് അറിയുന്നത് വരെ ഹിമാനിയുടെ മൃതദേഹം സംസ്കരിക്കില്ലെന്നാണ് ഹിമാനിയുടെ അമ്മാവൻ രവീന്ദർ പറയുന്നത്. കൊലയാളികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ മൃതദേഹം സംസ്കരിക്കില്ലെന്നും നർവാളിന്റെ കുടുംബം അറിയിച്ചിരുന്നു. നർവാളിന്റെ വളർച്ചയിൽ പാർട്ടിയിലെ പലർക്കും അസൂയുണ്ടായിരുന്നുവെന്നാണ് മാതാവ് സവിത ആരോപിക്കുന്നത്. അവരുടെ ഉയർച്ചയിൽ അസൂയ തോന്നിയ പാർട്ടിയിലെ ആരെങ്കിലും ആകാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആകാം എന്നാണ് സവിത മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. അവസാനമായി ഞാൻ അവളോട് സംസാരിച്ചത് ഫെബ്രുവരി 27 അടുത്ത ദിവസം ഒരു പാർട്ടി പരിപാടിയുമായി തിരക്കിലായിരിക്കുമെന്നും അവൾ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. എന്റെ മകൾക്ക് നീതി ലഭിക്കുന്നതുവരെ ഞങ്ങൾ മൃതദേഹം സംസ്കരിക്കില്ലെന്നും സവിത കൂട്ടിച്ചേർത്തു. 22-കാരിയായ ഹിമാനി നർവാളുടെ മൃതദേഹം റോഹ്തക്കിലെ സാംപ്ല ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. സാംപ്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് 200 മീറ്റർ അകലെ സ്യൂട്ട് കേസ് ഉപേക്ഷിച്ച നിലയിൽ കണ്ട നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. സ്ഥലത്തെത്തിയ പോലീസ് സംഘം സ്യൂട്ട് കേസ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലപ്പെട്ടത് യൂത്ത് കോൺഗ്രസ് നേതാവായ ഹിമാനിയാണെന്ന് പോലീസ് അന്വേഷണത്തിൽ സ്ഥിരീകരിക്കുകയായിരുന്നു. ഹിമാനിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സ്യൂട്ട് കേസിലാക്കുകയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സോനിപത്തിലെ റിധാന സ്വദേശിയായ ഹിമാനി റോഹ്തക്കിലാണ് താമസിച്ചിരുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഹരിയാനയിൽ എത്തിയപ്പോൾ ഹിമാനി സജീവമായി പങ്കെടുത്തിരുന്നു. ഹിമാനി നർവാൾ കൊലപാതക കേസിൽ ബഹദൂർഗഡ് സ്വദേശിയായ ആൺസുഹൃത്താണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് മാത്രമാണ് മറ്റാർക്കെങ്കിലും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരികയുള്ളൂ എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്.